സ്വാഗതം. ടാരോ കാർഡും മൂണും അതായത് ചാന്ദ്രിക ഊർജവും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ടാരോ കാർഡ് ഇഷ്ടമാണ്, ടാരോ കാർഡ് റീഡിംഗ് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ചന്ദ്രൻ അതായത് മൂൺ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ഒരു സാറ്റലൈറ്റിന്റെ എനർജി നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി ഞാൻ ഈ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന ഒരു ഓറക്കിൾ കാർഡ് വെച്ചിട്ടാണ്, യാസ്മിൻ ബൊളാണ്ടിന്റെ. അപ്പോൾ ഇതിന്റെ ഒരു റിവ്യൂ കൂടി ഞാനിതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ്, ഞാൻ ടാരോ അബണ്ടൻസ് കോച്ചാണ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന നിമിഷം ഞാൻ ഓൾറെഡി 300-ലധികം പേരെ ടാരോ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ 70-ഓളം പേർ ടാരോ കാർഡ് വായിച്ച് വീട്ടിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ടാരോ പഠിക്കണം എന്നൊരാഗ്രഹം മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ, വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ എൻ്റെ ആദ്യത്തെ ക്ലാസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പങ്കെടുത്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് 5-6 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതെന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്താണ് ചന്ദ്രനും മൂൺ ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ നേച്ചർ, പ്രകൃതിയിലുള്ള ഇൻഫ്ലുവൻസ് എന്താണ് എന്നാണ് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 2, അതിനുശേഷം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയാണ് മൂൺ പ്ലേസ് എ റോൾ എന്ന് പറഞ്ഞു തരും. പിന്നെ ഈ കാർഡിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, ഇത് ബോക്സ് ഓപ്പണിംഗ്, അത് എന്താണെന്നുള്ളത്. പിന്നെ ഈ കാർഡ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, എങ്ങനെ നമുക്കത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഈ കാർഡിൻ്റെ പ്രൊമോഷൻ അല്ല കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഈ കാർഡ് വാങ്ങണമെന്നോ ഉപയോഗിക്കണമെന്നോ ഒന്നും ഞാൻ പറയില്ല. ആസ് എ ടാരോ ടീച്ചർ, ആസ് എ ടാരോ ട്രെയിനർ, ഇതെൻ്റെ ഒരു ജോലിയുടെ ഭാഗമാണ്. എന്താ പറയുക, ഞാൻ ഉപയോഗിക്കുന്ന കാർഡുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത്. അല്ലാതെ ഇവരും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇറ്റ്സ് നോട്ട് എ കാർഡ് പ്രൊമോഷൻ, ഞാൻ 100% ആയിട്ട് പറയുന്നു. പിന്നെ നമുക്ക് ഈ കാർഡുകളെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ, നമുക്ക് മൂണും അതിൻ്റെ ഫേസസ്, 8 ഫേസുകളുണ്ട് മൂണിന്, ചന്ദ്രന്, അതെന്താണെന്ന് അറിയണം. അത് വെച്ചിട്ട് നമുക്ക് ചില ഗോൾ സെറ്റിംഗ്, എങ്ങനെ മാനിഫെസ്റ്റേഷൻസ് ചെയ്യാം, എങ്ങനെ ചില വേദനകൾ മാറ്റണം എന്നുള്ള കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവസാനം ഒരു ലാസ്റ്റ് വേർഡ്സ്, എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഓവറോൾ അവയർനെസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് മൂണും അതിൻ്റെ ഇൻഫ്ലുവൻസ് ഓൺ നേച്ചർ എന്ന് പറയുന്നത്, പ്രകൃതിയിലുള്ള ഇൻഫ്ലുവൻസ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇതിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയുന്ന കാര്യം തന്നെയാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്കറിയാലോ, കടലിലെ വേലിയേറ്റവും വേലിയിറക്കവും, അത് തീർച്ചയായിട്ടും മൂണിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു മൂൺ ഗ്രാവിറ്റി ഇതുകൊണ്ടാണ് നമുക്കത് വരുന്നത്. ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, പുതിയതായിട്ടും അറിയേണ്ട കാര്യമില്ല. പക്ഷേ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് മൂണിനെ ഫേസ് ചെയ്തുകൊണ്ട്, അതായത് മൂൺ ലൂണാർ കലണ്ടർ എന്ന് പറയും, അത് വെച്ചിട്ട് കുറേ ഫാമേഴ്സ് അക്രോസ് ദ വേൾഡ് അവരുടെ ഇത് പ്ലാൻ ചെയ്യുന്നുള്ളതാണ്. ഉദാഹരണത്തിന് അതിന് നമ്മൾ ബയോ ഡൈനാമിക്സ് എന്നാണ് പറയുക, BD. ഇന്ത്യയിൽ പോലും 2017 എന്താ പറയുക, ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഏകദേശം 1 ലക്ഷത്തോളം പേര് 2017 തന്നെ ചന്ദ്രൻ്റെ ലൂണാർ കലണ്ടർ പ്രകാരം കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ്. എസ്പെഷ്യലി മഹാരാഷ്ട്ര, ദെൻ മധ്യപ്രദേശ് ആൻഡ് പഞ്ചാബ് ആണെന്ന് തോന്നുന്നു. ആ പ്രദേശങ്ങളിൽ ഗുജറാത്ത് കൂടിയുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരുപാട് പേര് എന്താ പറയുക, തീർച്ചയായിട്ടും മൂൺ അതായത് ലൂണാർ കലണ്ടർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ ചില ആനിമൽസ് അവരുടെ റീപ്രൊഡക്ഷൻ ഇത് പ്ലാൻ ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. അതായത് ഈ ലൂണാർ, നമ്മുടെ ഈ ചന്ദ്രൻ്റെ ആ ഒരു 28 ദിവസത്തെ ഒരു ഫേസ് വെച്ചിട്ടാണ്. എസ്പെഷ്യലി ഇൻസെക്ട്സ് ആണ് അത് ചെയ്യുന്നത്. പിന്നെ ദർ ആർ സം ബേർഡ്സ് ഓൾസോ ഡു ദ സെയിം. അപ്പോൾ ഇത് ഒക്കെ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതുകൊണ്ട് ഞാൻ ആഴത്തിൽ പറയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, മൂണിന് നേച്ചറിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ആ നേച്ചറിൽ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും തീർച്ചയായിട്ടും ഇതിന് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് തന്നെ പറയുന്നു. പക്ഷേ ഇതിനൊരു സയൻറ്റിഫിക് ആയിട്ടൊരു എവിഡൻസ് നമുക്കില്ല. ഞാൻ എടുത്തു പറയുന്നു, നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു എന്താ പറയുക, ശാസ്ത്രീയമായിട്ടുള്ള എന്തെങ്കിലും ലേഖനങ്ങളോ തെളിവുകളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് ഓപ്പണായിട്ട് തന്നെ പറയുന്നു. അപ്പോൾ പിന്നെ എന്താണുള്ളത് എന്ന് തീർച്ചയായിട്ടും ചോദിക്കും. നമുക്ക് അറിവുകളാണുള്ളത്. എന്ത് അറിവുകളാണുള്ളത്? ആളുകൾ പങ്കുവച്ചിട്ടുള്ള അറിവുകളാണുള്ളത്. അവരുടെ അനുഭവങ്ങൾ വെച്ചിട്ടുള്ള അറിവ്. കളക്റ്റീവായിട്ട് ഒരേ കാര്യം പല വ്യക്തികളും പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ അനുഭവ തലത്തിലെടുത്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതാണ്. പ്രധാനമായിട്ടും എന്താ പറയുക, മൂഡ് എന്ന് പറയുന്നതും മൂണുമായിട്ട് വലിയ രീതിയിൽ ബന്ധമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു രാത്രി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് ആ മൂൺ ഏത് ഇതിലാണ് നിൽക്കുന്നതെന്നൊന്ന് കലണ്ടറിൽ നോക്കിയാൽ മതി. അതൊരു ഫുൾ മൂണിൻ്റെ ഭാഗത്ത് വരികയാണെങ്കിൽ അത് നമുക്ക് സ്ലീപ്പ് ഡിസ്റ്റർബിങ് പാറ്റേൺസ് ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ എന്താ പറയുക, മൂണും നമ്മൾ ടാരോ കാർഡുകളിൽ നിന്ന് നോക്കിയാൽ റൈറ്റ് ആൻഡ് വൈറ്റ് ഡെക്കിലൊക്കെ മൂണിൻ്റെ സിമ്പിൾസ് ഉള്ള കാർഡുകളുണ്ട്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടാരോ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്, അതായത് നമുക്കറിയാലോ, നമ്മുടെ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് ആൻഡ് സൂപ്പർ കോൺഷ്യസ് എന്ന 4 തരത്തിലാണ് നമ്മൾ എന്താ പറയുക ഈ ആസ്ട്രോളജിയിലും
ടാരോയിലും ഒക്കെ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് ശാസ്ത്രീയമായിട്ട് മൂന്നായിട്ട് തിരിക്കുന്നുള്ളൂ. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ഇപ്പോഴുള്ളതിൻ്റെ തൊട്ട് താഴെയുള്ള ലെവലാണ്. അതിൻ്റെ ഉള്ളിൽ ആക്സസ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു സമയം ഈ മൂണിൻ്റെ ഫേസ് വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ഇൻ സ്പിരിച്വൽ നമ്മുടെ ഒരു ടാരോ ഇതിൽ മൂണെന്ന് പറയുന്നത്, മൂണുള്ള കാർഡുകൾ എന്ന് പറയുന്ന ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്ന കാർഡുണ്ട്. പിന്നെ നമുക്ക് 2 ഓഫ് സോൾസിൽ 3 വരുന്നുണ്ട്. പിന്നെ 8 ഓഫ് കപ്സിൽ 3 വരുന്നുണ്ട്. പിന്നെ പിന്നെ മൂൺ എന്ന് പറയുന്ന ഒരു കാർഡ് തന്നെ ടാരോയിലുണ്ട്. അപ്പോൾ ഈ കാർഡുകളിലൊക്കെ മൂണിനെ നമുക്കൊരു ഇത് കാണാൻ പറ്റും. മിസ്റ്ററി എന്ന് പറയും, അതായത് രഹസ്യങ്ങൾ. എസ്പെഷ്യലി ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്ന കാർഡൊക്കെയാണ് വരുന്നതെങ്കിൽ അതിൽ മൂണാണ് പ്രധാനമായിട്ടുള്ള ലൂണാർ എനർജി എന്ന് പറയും. അപ്പോൾ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ്, അതായത് സീക്രട്ടുകൾ, മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നിവയിലൊക്കെ പ്രതിനിധീകരിക്കുന്നതാണ് മൂണെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ടത്. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഈ കാർഡ് വന്ന സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോയുടെ ഒരു കഷ്ണമാണ്. അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് കാർഡിൻ്റെ ഡിവിഷനിലേക്ക് വരാം. ഐ വിൽ സീ യു ദേർ. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് കാർഡ് എന്ന് അൺബോക്സ് ചെയ്ത് നോക്കാൻ പോവാണ്. അതിനുശേഷം ആരാണ് യാസ്മിൻ ബൊളാണ്ട്, എന്താണ് മൂണും ഓറക്കിൾ കാർഡ്സും അല്ലെങ്കിൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് പറയാം. ഇത് പെൻഗ്വിൻ റാൻഡം ഹൗസാണ് ഇന്ത്യയിൽ ഇറക്കുന്നത്. ഏകദേശം 1888 രൂപയാണ് ഞാൻ വാങ്ങുമ്പോൾ ഇതിന് വില വന്നിട്ടുള്ളത്. കാർഡ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, സോളിഡ്ലി ബിൽഡാണ്. ഇത് നമുക്കിനി തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ പെർമിഷനോടുകൂടി ഞാനിത് അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ കെയർഫുള്ളായിട്ട് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ വെരി ഗുഡ്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇറ്റ് ലുക്സ് സോളിഡ്. കയ്യിൽ നല്ല എന്താ പറയുക, സോളിഡായിട്ട് ഉണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ലെറ്റ് മീ സീ ഹൗ ഈസ് ഇറ്റ്. അപ്പോൾ ലെറ്റ് മൂൺ ബി യുവർ ഗൈഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക, ഈ കാർഡിൻ്റെ നമുക്ക് ഒരു ആംഗിളിൽ കാണാൻ കഴിയുന്ന, അതായത് മൂണാവട്ടെ നിങ്ങളുടെ ഗൈഡ് എന്നാണ് നമുക്കറിയാമല്ലോ, വഴികാട്ടി എന്ന് പറയുന്ന. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇതിലൊരു ബുക്കാണ് എപ്പോഴും ഉണ്ടാവുക. നാച്ചുറലി ഇതിലും സംശയപരമായിട്ട് ഒരു ബുക്കാണ്. എപ്പോഴും ഈ ബുക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ കാർഡുകൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഈ ബുക്ക് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുക്ക് പഠിച്ചാലാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഇനി നമുക്ക് കാർഡുകൾ എങ്ങനെയാണ് നോക്കാം. കാർഡുകൾ കുഴപ്പമില്ല എന്ന് തന്നെ പറയണം. സോളിഡ്, നിങ്ങൾ കണ്ടറിയാം, നല്ല തിക്നെസ് ഉണ്ട്. സൈഡിൽ ഗോൾഡഡ് ഇതൊന്നുമില്ല. ചില കാർഡുകൾക്ക് ഒരു ഗോൾഡൻ പ്ലേറ്റിങ് അല്ലെങ്കിൽ സിൽവർ പ്ലേറ്റിംഗ് ഒക്കെ വരും. അത് വെച്ച് നോക്കുമ്പോൾ വളരെ ഇതാണ്. ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്, ന്യൂ മൂൺ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കാർഡ്. മൂണിൻ്റെ ഫേസസ് ആണ് ബാക്കിലുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് എന്താ പറയുക, റിമൂവ് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്താണ് ഈ കാർഡുകൾ എന്ന് നമുക്ക് ഇതാക്കാം. യെസ്, വെരി ഗുഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ കാർഡുകൾ കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീം എന്നുള്ളതാണ് സെക്കൻഡ് കാർഡ്. വാക്സിങ് ആൻഡ് ക്രസൻറ്റ് മൂൺ, യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീങ് ടെസ്റ്റഡ്. അപ്പോൾ ഇത് ബുക്ക് വായിച്ച് നോക്കിയാലേ നമുക്ക് ഈ കാർഡുകളുടെ എന്താ പറയുക ശരിക്കും ഇത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇനി ആരാണ് യാസ്മിൻ ബൊളാണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് മൂണും നമ്മുടെ ജീവിതത്തിലും ഉള്ളത് നോക്കിക്കൊണ്ട് പിന്നെ ഈ കാർഡിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് പാർട്ട്. വെരി ഗുഡ്. അപ്പോൾ യാസ്മിൻ ബൊളാണ്ട് ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. യാസ്മിൻ ബൊളാണ്ട് എന്ന് പറയുന്നത് UK വളരെ പ്രശസ്തരായിട്ടുള്ള, UK അവർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരു ആസ്ട്രോളജറാണ്. അവരുടെ എന്താ പറയുക, നമ്മുടെ ഈ മാതൃഭൂമി നിങ്ങൾക്കറിയാലോ, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, അതിലൊക്കെ സൺഡേ വരുന്ന ഈ അസ്ട്രോളജി എഴുതുന്ന മാതിരി അവർ UK ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ സ്ഥിരമായിട്ട് എഴുതുമായിരുന്നു. വളരെ എന്താ പറയുക, ഒരു മൂൺ എന്ന് പറയുന്ന ഇതിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളൊരു വനിതയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഈ കാർഡിന് എന്താ പറയുക, അവർ അതിൻ്റേതായിട്ട് എനർജി ഇത് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡുകൾ നമുക്ക് പ്രധാനമായിട്ടും അവർ 4ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കാർഡുകൾ എന്ന് പറയുന്നത് 8 കാർഡുകൾ എന്ന് പറയുന്നത് മൂണിൻ്റെ 8 ഫേസുകൾ തന്നെയാണ്. മൂണിൻ്റെ 8 ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ടെക്നിക്കൽ ഇതായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ന്യൂ മൂൺ ഈസ് കമ്മിങ് എന്ന് പറയും. ന്യൂ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാവാസി കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം. ഫോർ എക്സാമ്പിൾ ഈ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്ന ദിവസം അമാവാസിയാണ്. അതായത് 30th എന്താ പറയുക ഡിസംബർ 2024. അതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്ന് പബ്ലിഷ് ചെയ്യുന്നത് വെച്ചാൽ നാളെ ന്യൂ മൂൺ എന്ന് പറയുന്നതാണ്. ന്യൂ മൂൺ എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ തുടക്കത്തിന് പറ്റിയ സമയമാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഐഡിയലായിട്ട് പറ്റിയ സമയമാണ് ന്യൂ മൂൺ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടടുത്തുള്ള കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക വാക്സിംഗ് ക്രസൻറ്റ് മൂൺ എന്ന് പറയും. ഇത് 1 മുതൽ 7 ദിവസത്തിൻ്റെ ഇടയിൽ കാണുന്നൊരു മൂണാണ്. ഈ കാർഡിൻ്റെ കളർ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കാർഡാണ്. ഇത് എന്ന് പറയുന്നത് ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ് എന്ന് പറയും. അതായത് നമ്മൾ ചില ഡ്രീംസ് ഒക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് ഇത് എനിക്ക് വർക്കാവില്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് തീർച്ചയായിട്ടും വരുന്നൊരു കാർഡാണിത്. പിന്നത്തെ കാർഡ് എന്ന് പറയുന്നത് 1 second, യെസ് ഐ ലോസ്റ്റ് ഇറ്റ്.
ഫസ്റ്റ് ക്വാർട്ടർ മൂൺ എന്ന് പറയും. ഇത് ഫസ്റ്റ് ക്വാർട്ടർ മൂൺ എന്ന് പറയുന്നത് ഏകദേശം 7ാമത്തെ ദിവസമാണ്. അതായത് മൂണിന്റെ നേർപ്പകുതി, ഇത് ഹാഫ് അല്ല, ഫസ്റ്റ് ക്വാർട്ടർ എന്നാണ് പറയുന്നത്. ഈ കാർഡ് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ കമ്മിറ്റ്മെന്റ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണെന്നാണ് പറയുന്നത്. അതായത് ഇനി മുന്നോട്ട് പോകാനാകില്ല എന്ന് നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന സമയം. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോ കാർഡ് പറഞ്ഞു തരാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഷഫിൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അന്നത്തെ ഇതുമായിട്ട് ഇത് റെസണേറ്റ് ചെയ്യുന്ന ഇതാണ് അവർ പറഞ്ഞു വരുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഫുൾ മൂൺ എന്ന് പറയുന്ന ദിവസമാണ്. ഫുൾ മൂൺ എന്ന് പറയുന്നത് നമ്മളിതിന് ഗിബസ് മൂൺ എന്നാണ് പറയുക. ഗിബസ് മൂൺ എന്ന് പറയുന്നത് ഫുൾ മൂണിന്റെ തൊട്ട് മുമ്പ്, ഏകദേശം പൂർണ്ണചന്ദ്രൻ എന്ന് പറയാൻ പറ്റും, പൗർണമി, പക്ഷേ പൗർണമി അല്ല, ഇതിന് ഗിബസ് മൂൺ എന്നാണ് പറയുന്നത്. ഇത് എന്താ പറയുക, നമ്മൾ ഗോളിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ കാർഡ് നമ്മൾ പറയുന്നത്. യു ആർ വെരി ക്ലോസ് ടു യുവർ എന്താ പറയുക റീച്ചിങ് യുവർ ഡ്രീം എന്ന് പറയും. പിന്നെ നമുക്ക് ഫുൾ മൂൺ എന്ന് പറയുന്നത്, ഫുൾ മൂൺ എന്ന് പറയുന്നത് സറണ്ടർ ടു ഡിവൈൻ എന്നുള്ളതാണ്. അതായത് ഇന്ന് നമ്മളെ എനർജി എന്താ പറയുക, നമ്മളെ ഡിവൈൻ, അതായത് ദൈവികത്തിനോട് നമ്മൾ സറണ്ടർ ചെയ്യണം എന്നുള്ളതാണ്. പിന്നത്തെ 3 കാർഡുകൾ എന്ന് പറയുന്നത് നമ്മൾ വേദനയെ എങ്ങനെ ഹീൽ ചെയ്യുന്നുള്ളതാണ്. ഇത് നമ്മുടെ ഡിസമിനേറ്റിംഗ് മൂൺ എന്ന് പറയും. ഡിസമിനേറ്റിംഗ് മൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ കടുത്ത വേദനയൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മളൊരു ചെറിയൊരു സമയമെടുത്ത് നമ്മളത് എന്താ പറയുക, ആ ഒരു നമ്മളെ പാസ്റ്റ് ട്രോമേനെ ഒഴിവാക്കണം എന്ന് പറയുന്ന കാർഡുകളാണ്. പിന്നത്തെ കാർഡ് എന്ന് പറയുന്നത് തേർഡ് ക്വാർട്ടർ മൂൺ എന്ന് പറയും. അപ്പോൾ നേരത്തെ നിങ്ങൾ എന്താ പറയുക ഹാഫ് ക്വാർട്ടർ മൂൺ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ എന്താ പറയുക തേർഡ് ക്വാർട്ടർ എന്ന് പറയുന്ന ഇത് ഡാർക്ക് ആയിട്ടുള്ള കാർഡാണ്. അപ്പോൾ ഈ കാർഡ് നമ്മളോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റിക്വയർഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഫൈനൽ എന്ന് പറയുന്ന ബ്ലാസ്മിക് മൂൺ എന്ന് പറയും. അതായത് അമാവാസിയുടെ തൊട്ട് ദിവസം ഇതാണ്. ഈ കാർഡ് എന്ന് പറയുന്നത് ടൈം ഫോർ ഹീലിംഗ്. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മൾ ഈ മൂണിൻ്റെ ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്നുള്ളത് ഞാൻ കുറച്ച് അടുത്ത സെക്ഷനിൽ പറഞ്ഞുതരാം, ഈ കാർഡിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. പിന്നെ ഇതിൽ 12 കാർഡിൻ്റെ 3 സെറ്റാണ് വരുന്നത്. ആ 12 എന്നുള്ള ആദ്യത്തെ 12 വന്നിട്ടുള്ളത് നമ്മുടെ 12 സൺ സൈൻസ് വെച്ചിട്ടാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ എക്വാറിയസ് മുതൽ പിസ്കസ് വരെയുള്ള, ഏരിയസ് മുതൽ പിസ്കസ് വരെയുള്ള എന്താ പറയുക 12 കാർഡ്സ് ഇത് വെച്ചിട്ടുള്ള, അത് ഒന്ന് ന്യൂ മൂണിനെ വെച്ചിട്ടുള്ള ഇതാണ്. അതിൽ ഓരോ മെസ്സേജുകളുണ്ട്. അത് നമുക്ക് എന്താ പറയുക, ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ കൊണ്ട് എല്ലാം നമുക്ക് തുറന്ന് ഇതിലൂടെ പറയാൻ പറ്റില്ല. പിന്നത്തെ 12 എന്ന് പറയുന്ന ഫുൾ മൂൺ ഇതിലാണ്. ഇതിലും എന്താ പറയുക നമുക്ക് ഓരോ സന്ദേശങ്ങളുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്കറിയാലോ മൂണിന് തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില ഇതുണ്ട്, അതിനെ സൂപ്പർ കാർഡ്സ് ആണ് അവർ പറയുന്നത്. അങ്ങനത്തെ 12 കാർഡുകളുമുണ്ട്. അങ്ങനെ എന്താ പറയുക 44 കാർഡുകളുടെ ഒരു സെറ്റാണിത്. ഇത് ടു ബി ഓണസ്റ്റ് ഷഫിൾ ചെയ്യുമ്പോൾ അത്ര സ്മൂത്തായിട്ട് പോകുന്നില്ല എന്ന് തന്നെ എനിക്ക് നിങ്ങളോട് പറയണം. പക്ഷെ മേ ബി എന്താ പറയുക നമ്മൾ ഷഫിൾ ചെയ്ത് ഇതാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് മൂണിനെ കുറിച്ച് അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, അതുകൂടി പങ്കുവെച്ചാൽ ഇത് മുഴുവനാവുള്ളൂ. ഇനി എങ്ങനെയാണ് നമുക്ക് ലൂണാർ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ 8 ഫേസുകളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കുറച്ച് വേഗത്തിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് തോന്നുന്നു. അത് മേ ബി എന്താ പറയുക ഒരു തൃശ്ശൂർ ഭാഷയുടെ കുഴപ്പമാണ്. കുറച്ച് വേഗത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഐ എം സോറി അബൌട്ട് ഇറ്റ്. അപ്പോൾ 8 ഫേസുകളുണ്ട് മക്കളെ മൂണിന്. അത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാർഡ് വെച്ച് പറഞ്ഞു തന്നു. അതിൽ ന്യൂ മൂൺ എന്ന് പറയും, അതിൽ നമ്മൾ ഡാർക്ക് മൂൺ എന്നുകൂടി വിളിക്കാറുണ്ട്. ഇത് നമ്മുടെ അമാവാസിയുടെ തൊട്ടടുത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് പൊതുവേ നമ്മൾ പുതിയ വിത്തുകൾ പ്ലാൻ ചെയ്യാനായിട്ട് സമയമാണത്. ഈ എന്താ പറയുക ഒരു അമാവാസി കഴിഞ്ഞ് അടുത്ത ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർഡ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻറ്റൻഷൻസ്, ഇപ്പോൾ പുതിയ തുടക്കങ്ങൾ, നമ്മളൊരു പഴയ പരാജയങ്ങളൊക്കെ കഴിഞ്ഞ് പുതിയ തുടക്കങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു എന്താ പറയുക ഒരു തുടക്കത്തിന് പറ്റിയ സമയമാണ് ന്യൂ മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗോൾസ് ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ കലണ്ടർ നോക്കി അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ വാക്സിങ് അല്ലെങ്കിൽ ക്രസൻറ്റ് മൂൺ എന്ന് പറയും. ഇത് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ തൊട്ട് 7 ദിവസത്തിൻ്റെ ഇടയിൽ വരുന്നൊരു ഇതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് ആൻഡ് മൊമെൻ്റ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഗോൾസ് മാനിഫെസ്റ്റേഷൻ്റെ ഒരു ആദ്യത്തെ സ്റ്റേജാണ്. നമ്മൾ ആക്ഷൻസ് എടുക്കുന്നു, മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു, നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് പല രീതിയിൽ. ഈ സമയത്താണ് നമ്മൾ ചില എന്താ പറയുക ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്ത് തുടങ്ങും. നമ്മൾ പറയും വിചാരിച്ചത്ര എളുപ്പമല്ലല്ലോ ഇത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സമയമാണ്. പെട്ടെന്ന് നമുക്ക് പിന്നോട്ട് പോകാൻ തോന്നുന്ന സമയമാണ്. പിന്നെ ഫസ്റ്റ് ക്വാർട്ടർ മൂൺ എന്ന് പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ വെല്ലുവിളി നിറഞ്ഞൊരു സമയമാണ്. പലരും അവരുടെ ഗോള് ഒഴിവാക്കി പിന്നോട്ട് പോകുന്നത് ഈ ഫസ്റ്റ് ക്വാർട്ടർ മൂൺ എന്ന് പറയുന്ന സമയത്താണ്. ഈ ഒരു സമയത്ത് നമ്മൾ വെല്ലുവിളി നേരിടുമ്പോൾ നമ്മൾ ആ ലൂണാർ എനർജി നോക്കിയിട്ട് ഇതാണ് കാണുന്നതെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ ആ മൂണിൻ്റെ എനർജി നമ്മളെന്താ പറയുക സബ് കോൺഷ്യസ്ലി ബാധിക്കുന്നതുകൊണ്ടാണ് നമുക്കിത് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക പ്ലാനുകൾ റിഫൈൻ ചെയ്യുക, കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ വിടില്ല ഇത് എന്ത് വന്നാലും എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുക. അതായത് അങ്ങനെ മുന്നോട്ട് കൊണ്ട സമയമാണ്. പിന്നെ വാക്സിങ് ഗിബ്ബസ് എന്ന് പറയും, അതായത് പൂർണ്ണചന്ദ്രൻ്റെ തൊട്ട് മുമ്പത്തത്. ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ഗോളിലേക്ക് എത്തിയില്ല വളരെ ക്ലോസ് ആയിട്ട്. ഇപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് PSC എഴുതി ലിസ്റ്റിൽ വന്നു ജോലി കിട്ടിയില്ല. അതായത് കുറച്ചുകൂടി ഹയർ റാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ കിട്ടിയേനെ എന്ന് പറയുന്ന ഒരു സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് എന്തെങ്കിലും എനിക്ക് മാറ്റങ്ങൾ വരുത്താനുണ്ടോ, എന്താ പറയുക എൻ്റെ പ്രിപ്പറേഷനിലോ,
അങ്ങനെ നമ്മളൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫൈനലായിട്ട് നടത്തേണ്ട ഒരു സമയമാണ്. ഇനി ഫുൾ മൂൺ എന്ന് പറയുന്നത് നമ്മളൊരു മാനിഫെസ്റ്റേഷൻ്റെ സമയം തന്നെയാണ്. ഇത് സെലിബ്രേഷൻ്റെ സമയമാണ്, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ സമയമാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു അച്ചീവ്മെൻറ്റ് നേടിയ സമയമാണ്. അങ്ങനെയാണ് അത് വരുന്നത്. പിന്നെ എന്താ പറയുക, വെയിനിങ് എന്ന് പറയും. വെയിനിങ് ഗിബസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ചന്ദ്രൻ അമാവാസ്യയിലേക്ക് പോകുന്നൊരു കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ അറിവുകൾ പങ്കുവെക്കുക, ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്ന മൂണിലെ ഫേസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള എന്താ പറയുക ബാഗേജുകളൊക്കെ ഇതാക്കുക, ഫോർഗിവ്നെസ്. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ വേദനകൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ചിലരോടൊക്കെ ക്ഷമിച്ച് അത് ഒഴിവാക്കി മുന്നോട്ട് പോവുക. പിന്നെ ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അമാവാസിയുടെ തൊട്ട് മുമ്പ് എന്ന് പറയുന്നത് റെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതാണ്. കാരണം ജീവിതത്തിൽ എന്ത് കാര്യത്തിലും നമുക്കൊരു വിശ്രമവും ഇത് ആവശ്യമുണ്ട്. ഒരു സ്പിരിച്വൽ ക്ലെൻസനിങ്, പിന്നെ ഒരു ഡീപ്പ് ഇൻട്രോസ്പെക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇതിലൂടെയാണ് നമ്മൾ എന്താ പറയുക, ഈ മൂണിൻ്റെ ഫേസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചിത്രങ്ങൾ വല്ലതും ഇതിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കാണിക്കാം. അപ്പോൾ എന്താണ് നമ്മളിതിൽ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യജീവിതം എന്താ പറയുക, ഈ ഒരു മൂൺ എനർജിയും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട്. എസ്പെഷ്യലി അസ്ട്രോളജിയിലും സ്പിരിച്വൽ പ്രാക്ടീസിലും ഇത് എന്താ പറയുക, ഒരുപാട് നമ്മുടെ ഫാമേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്, പിന്നെ ഇൻസെക്ട്സ് ഫോളോ ചെയ്യുന്നുണ്ട്. മനുഷ്യജീവിതത്തിൽ നിങ്ങൾക്കറിയാൻ പറ്റും, തീർച്ചയായിട്ടും മൂണും ഇമോഷൻസും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക, ഈ കാർഡ് എന്ന് പറയുന്നത് നിങ്ങളോട് ഒരിക്കലും ഞാൻ വാങ്ങണമെന്ന് പറയില്ല. ഇറ്റ്സ് അപ് ടു യു. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഷെയർ ചെയ്യാം. അതൊരിക്കലും വാങ്ങാനല്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ വേണ്ടി മാത്രമാണ്, ആമസോണിൽ കയറിയിട്ട് എന്താണ് എന്ന് അറിയാനായിട്ട്. യു നീ നോട്ട് ഹാവ് ടു ബൈ ഇറ്റ് ഡിയേഴ്സ്. അപ്പോൾ ഫൈനൽ തോട്ട്സ് എന്ന് പറയുന്നത്, ഈ കാർഡ് എനിക്ക് ഓഫറിൽ എനിക്ക് കിട്ടുന്ന അവസാനം 1167 രൂപയ്ക്കോ സംതിങ് ആണ്. അപ്പോൾ നിങ്ങളൊരു പ്രാക്ടീസ് ചെയ്യുന്ന ടാരോ റീഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല മുതൽക്കൂട്ടായിരിക്കും. ഇനി ആദ്യമായിട്ടാണ് പഠിക്കുന്നത്, അതായത് ടാരോ എനിക്ക് പഠിക്കാൻ സമയമൊന്നുമില്ല, ഒരു ഡെയിലി ഗൈഡൻസ് ഒക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എസ്പെഷ്യലി ഫെമിനൈൻ എനർജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് മൂന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു വനിതകൾക്കാണ് ഈ കാർഡ്, കാരണം അവരുടെ ഇന്നർ ഇതിലും ഇതുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. വളരെ നല്ല ഇതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ചോദിക്കാം. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പങ്കുവയ്ക്കുന്നതായിരിക്കും. നിങ്ങളുടെ എന്താ പറയുക വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ പങ്കുവയ്ക്കുക. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിച്ചാൽ വളരെ സന്തോഷം. ഇനി അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ, ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്. വിൽ സീ യു. താങ്ക് യു ഡിയർ.